പുസ്തകത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് പ്രസംഗിക്കലല്ല ആവശ്യം എന്ന് തോന്നുന്നു. പുസ്തകം തന്നെത്താൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്നുള്ളതുകൊണ്ട് സിനിമ പോലെ തന്നെ സംവേദിക്കും എന്നുള്ളതുകൊണ്ട് ഞങ്ങളുടെ സന്തോഷം ഇതിനെ പ്രസാദർക്ക് DC ബുക്സിന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ പഠനം നടത്തിയിട്ടുള്ള MA റഹ്മാന്, ഇതിൻ്റെ ഒരു ഇൻ്റർവ്യൂ തന്നിട്ടുള്ള ഷൺമുഖദാസ് മാഷ്ക്ക് ഒക്കെ എൻ്റെ കൂടെ പ്രവർത്തിച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് അന്തരാഷ്ട്ര സ്മരണാഞ്ജലി വീണ്ടും നിങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പുസ്തകത്തിനെ നന്നായി സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. സന്തോഷം. നന്ദി ശ്രീ ശശി. പുസ്തക പ്രകാശന ചടങ്ങാണ്. പുസ്തകം പ്രകാശനം ചെയ്യുന്നത് അടയാളങ്ങൾ എന്ന സിനിമയിൽ മീനാക്ഷിക്കുട്ടി എന്ന കഥാപാത്രമാണ് രംഗത്ത് വന്നത്. നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ദക്ഷിണേന്ത്യൻ സിനിമയിൽ തന്റെ ശക്തമായ സാന്നിധ്യം അറിയിച്ച നമ്മുടെ പ്രിയങ്കരിയായ ജ്യോതിർമയിയാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. ഈ പുസ്തകം സ്വീകരിക്കുന്നതിന് ഒരു നിയോഗം പോലെ ഇവിടെ എത്തിച്ചേർന്നു. ശ്രീ നന്ദനായുടെ മകനായ ശ്രീ P. സുധാകരൻ അഭ്രപാളികളെ കണ്ട അച്ഛൻ്റെ ഓർമ്മകൾ ഇപ്പോൾ പുസ്തകമായി പുറത്തു വരുമ്പോൾ അദ്ദേഹമല്ലാതെ മറ്റാരാണ് അത് സ്വീകരിക്കാനായി ഇവിടെ എത്തിച്ചേരേണ്ടത്. തീർച്ചയായും പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് കടക്കുന്നു. അടയാളങ്ങൾ ശ്രീ നന്ദനായുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ശ്രീ MG ശശി സ്മരണ പുസ്തക പ്രകാശനം ജ്യോതിർമയി. പുസ്തകം സ്വീകരിക്കുന്നത് ശ്രീ P. സുധാകരൻ. ഇപ്പോൾ നമ്മോട് സംസാരിക്കാനായി ജ്യോതിർമയിലെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഈ 8ാമത് DC ബുക്സിൻ്റെ അന്താരാഷ്ട്ര ബുക്ക് ഫെസ്റ്റിവലിൽ വെച്ചിട്ട് ഞാൻ അഭിനയിച്ച അടയാളങ്ങൾ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ പുസ്തക രൂപത്തിലാക്കി മാറ്റിയ പ്രകാശനം നിർവഹിക്കാൻ എന്നെ വിളിച്ചത് ഞാൻ സന്തോഷിക്കുന്നു. പ്രത്യേകിച്ചും ഈ വർഷം എനിക്ക് തന്ന ഒരു ശക്തമായ കഥാപാത്രം എനിക്ക് തന്ന ഒരു സിനിമയാണ് അടയാളങ്ങളുടെ മീനാക്ഷിക്കുട്ടി. എനിക്ക് തോന്നുന്നു അധികം സീനുകളില്ലെങ്കിൽ പോലും എനിക്ക് വളരെയധികം ആ സിനിമ ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ അഭിമാനം കൊള്ളാറുണ്ട്. ആ സിനിമയിലെ മീനാക്ഷിക്കുട്ടി എന്ന ശക്തമായ കഥാപാത്രം തന്നിട്ടും ഞാൻ ശശിയേട്ടനോട് നന്ദി പറയുന്നു. ശശിയേട്ടനെ മാത്രം ഈ വേദിയിൽ സ്മരിക്കുകയാണെങ്കിൽ അതിന് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. കാരണം ഞാൻ ലെനിൻ സാറിൻ്റെ കൂടെ അന്യർ എന്ന സിനിമയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിലെ കഥാപാത്രവും വളരെ ശക്തമായ ഒരു കഥാപാത്രമായിരുന്നു. അതുകൊണ്ട് ഞാൻ ലെനിൻ സാറിനും എൻ്റെ മോറൽ സപ്പോർട്ട് അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. അതേപോലെ ഇവിടെ 3 പുസ്തകങ്ങളുടെ പ്രകാശനമാണ് നടക്കുന്നത്. എൻ്റെ എല്ലാ ബെസ്റ്റ് വിഷസും അറിയിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നിങ്ങളുടെ ഈ സ്നേഹത്തിന് നന്ദി പറയുന്നു. നന്ദി ജ്യോതിർമയി. ഇപ്പോൾ സംസാരിക്കാനായി ശ്രീ P. സുധാകരനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, നന്ദനയുടെ മകൻ എന്ന ഒരു അർഹതയാണ് എന്നെ ഇന്നിവിടെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. DC ബുക്സിൻ്റെ ഭാരവാഹികൾ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ എന്നൊന്നും പഠിച്ചെങ്കിലും തീർച്ചയായിട്ടും അതിൻ്റെ ഒരു അർഹതയോ ഉത്തരവാദിത്വമോ ഒക്കെ കണക്കാക്കിയാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ശ്രീ MG ശശിയുടെ അടയാളങ്ങൾ DC ബുക്സിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഞാനൊരു പ്രാസംഗികനൊന്നും അല്ലെങ്കിലും ശരി, സിനിമയും സാഹിത്യമൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വിഷയങ്ങളാണ്. നന്ദന എന്ന സാഹിത്യകാരനെ ഇത്രമാത്രം ആഴത്തിൽ പഠിക്കുകയും ആസ്വദിക്കുകയും ചെയ്ത MG ശശിയെ പോലെ മറ്റൊരാളില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഞങ്ങൾ തമ്മിലുള്ള ഇൻട്രാക്ഷനാണ് എന്നെ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്ന ഘടകം.
ഏതായാലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട മാധ്യമമായ സിനിമയിലൂടെ ഇത് പുറത്തു വരുന്നതിന് 2007 വരെ കാത്തിരിക്കേണ്ടി വന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഒരുപാട് ബഹുമതികൾ ഈ സിനിമയ്ക്ക് ലഭിക്കുകയുണ്ടായി. തീർച്ചയായും എം ജി ശശിക്ക് ഞാൻ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊള്ളുന്നു. സാഹിത്യവും, ശശി നേരത്തെ പറഞ്ഞ മാതിരി, സാഹിത്യവും സിനിമയും തമ്മിലുള്ള ഒരു അനുരാഗം നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ കണ്ടറിഞ്ഞതാണ്. വലിയ വലിയ എഴുത്തുകാരുടെ എല്ലാ പുസ്തകങ്ങളാണ് അന്ന് സിനിമയാക്കിയിരുന്നത്. ഉറൂബിൻ്റെയും പാറപ്പുറത്തിൻ്റെയും തകഴിയുടെയും കേശവദേവിൻ്റെയും ഒക്കെ ഹിന്ദി വാസികളുടെയൊക്കെ പ്രമേയങ്ങളും നോവലുകളുമായിരുന്നു അന്ന് സിനിമയ്ക്ക് ആധാരമായിട്ട് പ്രധാനമായി വന്നിരിക്കുന്നത്. പക്ഷെ ഏതോ ഒരു ഘട്ടത്തിൽ ഈ സിനിമയും സാഹിത്യവും തമ്മിലുള്ള ആ അനുരാഗം പാടിപ്പോവുകയും നഷ്ടപ്പെടുകയും ചെയ്ത ഒരവസ്ഥ ഉണ്ടാവുകയായി. ഈ ഒരു ബന്ധത്തെ കൂട്ടിച്ചേർക്കുക എന്ന ദൗത്യമാണ് ശ്രീ എം ജി ശശി അടയാളങ്ങൾ എന്ന സിനിമയിലൂടെ ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരുപക്ഷെ അതിൻ്റെ തുടക്കമായിരിക്കാം സൂഫി പറഞ്ഞ കഥ, പാലേരി മാണിക്യം തുടങ്ങിയ ശക്തമായ നോവലുകളെല്ലാം സിനിമാ രൂപത്തിൽ വരുന്നു എന്നറിയാൻ സാധിച്ചു. ഏതായാലും ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ച് DC ബുക്സിനും ഞാൻ എൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. ഈ പുസ്തകം പ്രകാശനം ചെയ്തത് പ്രശസ്ത സിനിമാ താരം ജ്യോതിർമയിയാണ്. മീനാക്ഷിക്കുട്ടി എന്ന ഗ്രാമീണ കഥാപാത്രത്തെ അതിശക്തമായ രീതിയിൽ അവരെ ആ സിനിമയിൽ അവതരിപ്പിക്കുകയുണ്ടായി. ശ്രീരാമേട്ടനെ അഭിനയിച്ചിട്ടുണ്ട്. ശ്രീ മീരാകൃഷ്ണൻ എൻ്റെ വളരെ വർഷങ്ങൾക്ക് അടുത്ത സുഹൃത്തുമാണ്. ഞങ്ങൾ അടുത്തടുത്ത് താമസിക്കുന്ന ആൾക്കാരാണ്. ശ്രീ ലെനി രാജേന്ദ്രനെ, അനുപമേനൊക്കെ ദൂരെ നിന്ന് കാണുകയും അവിടെയൊക്കെ സംഭാവനകളെല്ലാം ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും DC ബുക്സിനും ഇവിടെ കൂടി എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. നമസ്കാരം. നന്ദി ശ്രീ സുധാകരൻ. അടുത്ത പുസ്തക പ്രകാശനം ഏകാന്തം. ഒറ്റപ്പെടലിൻ്റെ കഥയാണ് ഏകാന്തം. വാർദ്ധക്യവും രോഗവും ഒറ്റപ്പെടുത്തുന്നു. അണുകുടുംബങ്ങളിൽ അടുത്ത തലമുറ ഒതുങ്ങുമ്പോൾ പിൻതലമുറയ്ക്ക് നിരുപാധിക സ്നേഹം ലഭിക്കുന്ന തുരുക്കുകൾ ഇന്നും അവിടെ തെളിഞ്ഞു കാണുമെന്ന പ്രകൃതിയുടെ നിശ്ചിത നിയമം തന്നെയാണ് ഈ ചിത്രത്തിന്റെ ആന്തരികത. ദേശീയ തലത്തിൽ ഏറ്റവും മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരം, മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരവും നേടിയ ചിത്രത്തിന്റെ തിരക്കഥമുള്ള ഏകാന്തം. ഇതിന്റെ രചയിതാവ് ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ. ഉപന്യാസകാരൻ, കവി, കഥാകാരൻ എന്നീ നിലകളിൽ സാഹിത്യ ലോകത്തിന് സുപരിചിതനാണ് ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ. DC ബുക്സിന്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ 3 കൃതികൾ DC ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏകാന്തം എന്ന തിരക്കഥ പരിചയപ്പെടുത്തുന്നത് തിരക്കഥാകൃത്ത് തന്നെയായ ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണനാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. അധ്യക്ഷതയിൽ ഉള്ള എനിക്ക് വ്യക്തിപരമായ ജ്യേഷ്ഠ സഹോദര തുല്യനായ ശ്രീരാമേട്ടൻ, മലയാളത്തിലെ ഇന്ത്യയിലെ തന്നെ എണ്ണപ്പെട്ട ചലച്ചിത്ര സംവിധായകനായ ശ്രീ ലെനിൻ രാജേന്ദ്രൻ, പ്രമുഖ ചലച്ചിത്ര താരങ്ങളായ ജ്യോതിർമയി, അനൂപ് മേനോൻ, എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത്, ലഘുപതി, ഇപ്പോൾ ചലച്ചിത്ര രംഗത്തെ വളരെ ശ്രദ്ധേയനായ സംവിധായകൻ എം ജി ശശി, ഈ സുധാകരൻ, നന്ദനാരുടെ പുത്രൻ, എൻ്റെ സ്നേഹിതൻ സുധാകരൻ തുടങ്ങിയ എല്ലാവർക്കും നമസ്കാരം. ഏകാന്തം എന്ന സിനിമ പേരുപോലെ തന്നെ ഏകാന്തം എന്ന മനുഷ്യാവസ്ഥയുടെ കഥയാണ്. ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോകുന്ന ചാഞ്ഞ വെളിച്ചങ്ങൾ പോലെ അസ്തമിച്ചു തുടങ്ങുന്ന ഗ്രാമീണ തരളതകളുടെ ഒരു ആഖ്യാനമാണ് ആ കഥയിൽ. അതൊരു ജീവവായുവായിട്ട് നിലനിൽക്കുന്നത്. 2 സഹോദരന്മാർ തമ്മിലുള്ള അഗാധമായ ബന്ധത്തിൻ്റെയും പാരസ്പര്യത്തിൻ്റെയും പശ്ചാത്തലത്തിൽ, വിശേഷം വള്ളുവനാടിൻ്റെ പശ്ചാത്തലത്തിൽ, വേരുകൾ നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യൻ്റെ വ്യഥകൾ, ഒറ്റപ്പെടൽ, ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ശൈഥില്യങ്ങൾ, ഇങ്ങനെ ആധുനിക കേരളീയ സമൂഹം നേരിടുന്ന ഒരുപാട് സങ്കീർണമായ മനുഷ്യാവസ്ഥകളെ ഒരു കഥയ്ക്കുള്ളിൽ പറയാൻ ശ്രമിച്ചിരിക്കുക. അടിസ്ഥാനപരമായി ഇതിൻ്റെ കഥാതന്തു ഇതിൻ്റെ സംവിധായകനായ ശ്രീ മധു കൈതപ്രത്തിൻ്റെതാണ്. അദ്ദേഹം ഇന്നിവിടെ വരേണ്ടതായിരുന്നു. പുതിയ സിനിമയുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഞാൻ ബോംബെയിലും ബാംഗ്ലൂരിലൊക്കെ ആണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ വരാൻ സാധിക്കില്ല എന്ന് രാവിലെ എന്നോട് പറഞ്ഞിരുന്നു. പ്രാഥമികമായി ഞാൻ മധു കൈതപ്രത്തോട് കടപ്പെട്ടിരിക്കുന്നു. 2-3 സിനിമകൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ അടിസ്ഥാന പ്രവർത്തന മണ്ഡലം സാഹിത്യമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ എഴുത്തിൽ
സാഹിത്യത്തിന്റെ ഒരു സ്വാധീനം കൂടുതൽ ഉണ്ടാകും എന്നൊരു മുൻകൂർ ജാമ്യവും ഉണ്ട്. ഞാനൊക്കെ സ്ക്രിപ്റ്റ് എഴുതാൻ പരിശീലിച്ചത് എൻ്റെ എഴുത്തു ജീവിതത്തിലും വ്യക്തിജീവിതത്തിലും ഗുരുതുല്യനും ജ്യേഷ്ഠ സഹോദരതുല്യനുമായ MGയുടെ ശിക്ഷണത്തിലാണ്. അദ്ദേഹം നേരിട്ടൊന്നും പഠിപ്പിച്ചില്ലെങ്കിലും അദ്ദേഹം പഠിപ്പിച്ച പലതും ഉള്ളതിൽ ഒന്ന് സിനിമ എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു പ്രാഥമികമായ പാഠമാണ്. ഒരുപക്ഷെ സാങ്കേതിക വിദ്യകളെ കുറിച്ചൊന്നും പരാമർശിക്കാതെ തന്നെ എഴുത്തിന്റെ സവിശേഷമായ രീതി കൊണ്ട് ക്യാമറയുടെ ചലനങ്ങളും സീനുകളുടെയും ഷോട്ടുകളുടെയും ഒക്കെ സാധ്യതകളെ അടയാളപ്പെടുത്താവുന്ന ഒരു തിരക്കഥാരചനാ രീതി മലയാളത്തിൽ ഉദ്ഘാടനം ചെയ്യുകയും മലയാളത്തിലെ തിരക്കഥകളുടെ പാഠപുസ്തകമാവുകയും ചെയ്ത MTയുടെ ഒരു രചനകൾ വായിച്ച പരിശീലനമാണ് എനിക്കൊക്കെ സ്ക്രിപ്റ്റ് എഴുതാനുള്ള ധൈര്യമായി തീർന്നത്. അതിനൊരു വഴിയിൽ തന്നെയാണ് ഏകാന്തം രചിക്കപ്പെട്ടിട്ടുള്ളത്. ഏകാന്തത്തിന്റെ പ്രധാന പശ്ചാത്തലം നേരത്തെ പറഞ്ഞതുപോലെ വള്ളുവനാടിന്റെ ഗ്രാമീണ ജീവിത ബന്ധമാണ്. അവിടുത്തെ മതേതര ജീവിത സംസ്കാരം. ഒരുപക്ഷെ വളരെ ഉയരങ്ങളിൽ എത്തിയതിനു ശേഷം തിരിഞ്ഞു നോക്കുന്ന മനുഷ്യർ നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ചുള്ള സ്വത്വ നഷ്ടത്തെക്കുറിച്ചുള്ള അഗാധമായ വ്യസനങ്ങളിൽ നിന്ന് അകപ്പെട്ടു പോകുന്നു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് മലയാളികളും അവരൊക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായ തിലകൻ ചേട്ടൻ അഭിനയിച്ച KPM മേനോൻ എന്ന കഥാപാത്രം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ചുറ്റി സഞ്ചരിച്ച ആളാണ്. ഫോറിൻ സർവീസിൽ ജോലി ചെയ്ത ആളാണ്. വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ആളാണ്. പക്ഷെ കുട്ടികളില്ല, ഭാര്യ മരിച്ചു. അങ്ങനെ ഒരു ഒറ്റപ്പാടിൽ വേരുകളിലേക്ക് ഗ്രാമത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ആ മനുഷ്യൻ നേരിടുന്ന ജീവിതാവസ്ഥയാണ് ഇതിന്റെ പ്രധാന പ്രമേയം. DC കിഴക്കേമുറിയുടെ സ്മരണ ഇവിടെ നിൽക്കുമ്പോൾ എന്നെ പൊതിയുന്നു. അദ്ദേഹത്തിന്റെ പുത്രൻ രവി DC. ആ പ്രസ്ഥാനവുമായിട്ട് എനിക്കൊരു ഹൃദയബന്ധമുണ്ട്. എൻ്റെ ആദ്യത്തെ തിരക്കഥാ പുസ്തകം DC-യിലൂടെ തന്നെ പുറത്തു വരാനിടയായ ആ സൗഭാഗ്യത്തിന്, ഇതുവരെ ഉണ്ടായ അനുഗ്രഹങ്ങൾക്ക്, സ്നേഹത്തിന് നിങ്ങൾക്ക് ഓരോരുത്തരോടും DC ബുക്സിനോടും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് മധു കൈതപ്പുറത്തിനോട് എത്താൻ സാധിച്ചില്ലെങ്കിലും മലയാളത്തിലെ വളരെ പ്രതിഭാധനനായ ഒരു സംവിധായകനാണ് അദ്ദേഹം എന്ന് ആ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന് അടുത്ത സിനിമയുടെ ജോലിക്ക് വേണ്ടിയിട്ടുള്ള യാത്രയിലാണ് അദ്ദേഹം വരാൻ കഴിയാതെ പോയതെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോടുള്ള എൻ്റെ കടപ്പാട് ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ഏകാന്തത്തിന്റെ പ്രകാശനത്തിന് പറയുകയാണ്. പ്രകാശനം ചെയ്യുന്നത് ശ്രീ ലെനിൻ രാജേന്ദ്രൻ. വേനൽ, ദൈവത്തിന്റെ ദൂതികൾ, മഴ, മീനമാസത്തിലെ സൂര്യൻ, ചില്ല്, ഇപ്പോൾ ഏറ്റവും പുതിയതായി രാത്രി മഴ എന്നീ തിളങ്ങുന്ന സിനിമകൾ നമുക്ക് നൽകിയ ശ്രീ ലെനിൻ രാജേന്ദ്രൻ സംസ്ഥാന ദേശീയ തലത്തിൽ വിവിധ പുരസ്കാരങ്ങൾ നേടിയ അദ്ദേഹമാണ് ഇന്ന് ഏകാന്തം എന്ന തിരക്കഥ പ്രകാശനം ചെയ്യുന്നത്. ഏകാന്തം സ്വീകരിക്കുന്നത് സിനിമ സീരിയൽ രംഗത്തെ പുതിയ വാഗ്ദാനമായ ശ്രീ അനൂപ് മേനോനാണ്. തിരക്കഥയിലൂടെ അഭിനയരംഗത്ത് തന്റേതായ ശൈലിയിലൂടെ അടയാളപ്പെടുത്തി അനൂപ് മേനോൻ നമുക്ക് മുന്നിൽ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. പകൽ നക്ഷത്രങ്ങൾ എന്ന സിനിമയുടെ തിരക്കഥ എന്ന നിലയിൽ സർഗാത്മകതയുടെ പുതിയ വഴികൾ കൂടി തുറക്കുകയാണ് അനൂപ് മേനോൻ. ഇരുവരെയും പുസ്തകം പ്രകാശിപ്പിക്കുന്നതിനായും സംസാരിക്കുന്നതിനായും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഏകാന്തം. തിരക്കഥ പ്രകാശിപ്പിക്കുന്നത് ശ്രീ ലെനിൻ രാജേന്ദ്രൻ, സ്വീകരിക്കുന്നത് ശ്രീ അനൂപ് മേനോൻ. ഇപ്പോൾ സംസാരിക്കുന്നതിനായി ശ്രീ ലെനിൻ രാജേന്ദ്രനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്നതാണ് ഈ വേദി. അതേപോലെ നിങ്ങളും സാഹിത്യത്തെയും കലയെയും ഒക്കെ സ്നേഹിക്കുന്നവരായതുകൊണ്ട് നന്ദിയാവണം. ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ പറയും. ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടിട്ടുള്ള സിനിമ പുസ്തകം ഏകാന്തം. അതിൻ്റെ സിനിമയുടെ പ്രത്യേകതകളെക്കുറിച്ചെല്ലാം തന്നെ അതിൻ്റെ രചയിതാക്കളോട് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു.
ആ സിനിമ ഒരുപക്ഷെ കേരളീയർ അധികമൊന്നും കാണാനുള്ള അവസരം കിട്ടിയതല്ല. അതിങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന മിക്ക സിനിമകൾക്കും അനുഭവിക്കുന്ന ദുരന്തങ്ങൾ ഒന്ന് തന്നെയാണ്. പക്ഷേ എങ്കിലും കാണാതെ പോകുന്നതിൻ്റെ ഒരു കുറവ് അതിൻ്റെ വായനയിലൂടെ നമുക്ക് അനുഭവിക്കാനാവും. ഒരുപക്ഷെ വായിച്ചു കഴിഞ്ഞിട്ട് ആ സിനിമ ഇനി ടെലിവിഷനിലൊക്കെ പുതിയതായി എത്തുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിൽ മറ്റൊരു ചിത്രം രൂപപ്പെടുകയും ചെയ്യും. അങ്ങനെ ഏകാന്തത്തിന് നമുക്ക് നഷ്ടമാകുന്ന പലതും തിരിച്ചറിയാനുള്ള അവസരം ലഭിക്കുന്നു. അതാണ് ഏറ്റവും വലിയൊരു കാര്യമായി ഞാൻ ഈ തിരക്കഥകളുടെ പ്രകാശന വേദിയിൽ ഓർക്കുന്നു. പക്ഷെ ഇന്നിപ്പോൾ എല്ലാത്തരം തിരക്കഥകളും നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നുണ്ട്. അത്രയേറെ ആളുകൾ തിരക്കഥ വാങ്ങുന്നത് കൊണ്ട് തന്നെയാവണം പ്രസാധകർ എന്ത് തിരക്കഥ കിട്ടിയാലും അത് അച്ചടിക്കുന്നില്ല. പക്ഷേ ഏകാന്തം പോലുള്ള തിരക്കഥകൾ അല്ലെങ്കിൽ അടയാളങ്ങൾ പോലെ ഉള്ള തിരക്കഥ അങ്ങനെ എന്തിൻ്റെയും കൂട്ടത്തിൽ ഇരിക്കേണ്ടുന്നതല്ല. വളരെ വ്യത്യസ്തമായൊരു തലം അതിനുണ്ട്. അത് തീർച്ചയായും അത് വാങ്ങേണ്ടത് നമ്മളെവിടെ പോയാലും നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ ഇതിനെക്കുറിച്ചുള്ളതുപോലെ തന്നെ ഈ പുസ്തകങ്ങളോടും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ, എന്നുള്ള ആഗ്രഹം ഒക്കെ എനിക്കുണ്ട്. വേദിയിലും സംശയത്തിനപ്പുറം പ്രസംഗത്തിൻ്റെ ഒരു പദാവലിയും അറിയാത്തതാണ്. തിരക്കഥകൾ ഒരു സാഹിത്യരൂപം എന്ന രീതിയിൽ വളരെ അടുത്ത കാലത്താണ് മലയാളിയോ തദ്വാര മലയാളി പ്രസിദ്ധീകരണശാലകളോ അംഗീകരിച്ചു തുടങ്ങിയത്, അല്ലെങ്കിൽ കണ്ടെത്തി തുടങ്ങിയത്. അല്ലെങ്കിൽ ഇത്രയും അധികം ഒരു യുബിക്വിറ്റസ്നെസ് എന്ന് പറയാറുള്ളത് പോലെ തിരക്കഥകൾ ഉണ്ടായിട്ടില്ല. എല്ലാ തിരക്കഥകളും പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഒരവസ്ഥ. പണ്ട് പബ്ലിക് ലൈബ്രറിയിൽ ആളൊഴിഞ്ഞ ഒരു മൂലയിൽ അധികമാരും സന്ദർശിക്കാനിടയില്ലാത്ത ഒരു ഷെൽഫിൽ കണ്ട തിരക്കഥകളുടെ ഒറിജിനൽ സ്ക്രീൻ പ്ലേകളുടെ അങ്ങനെയും വ്യത്യാസങ്ങളുണ്ട്. സിനിമ കഴിഞ്ഞ ശേഷം വരുന്ന തിരക്കഥകൾ എന്ന് പറയുന്നത് അതിൻ്റെ ഈവൻ ക്രെയിൻ മൂവ്മെന്റ് വരെ അടയാളപ്പെടുത്തിയിട്ടുള്ള ലൈറ്റ് ഏത് അനുപാതത്തിൽ നടന്റെ മുഖത്ത് വീഴുന്നു എന്ന് എഴുതിയിട്ടുള്ള തിരക്കഥകൾ വരാറുണ്ട്. അങ്ങനെയുള്ള തിരക്കഥകൾ കൂട്ടത്തിൽ കണ്ടെത്തിയ കീസ്ലോസ്കിയുടെയും ബുലുവലിന്റെയും ഒക്കെ തിരക്കഥകൾ എനിക്ക് അത്ഭുതമായിരുന്നു. കാരണം ഒരു സാഹിത്യ രൂപം ഒരു സിനിമയെ അല്ലെങ്കിൽ ഒരു കഥയെ ഒരുപാട് വെട്ടിമുറിച്ച സീനുകളിലൂടെ സമയത്തിന്റെയും കാലത്തിന്റെയും നിബന്ധനകളില്ലാതെ അല്ലെങ്കിൽ അതിനെ കട്ട് ചെയ്തുകൊണ്ട് പുതിയ ഒരു പ്രമേയനില, കാലത്തിന്റെ സമയത്തിന്റെ ഒരു പ്രമേയനില കണ്ടെത്തുന്ന തിരക്കഥകളുടെ സാഹിത്യരൂപം. ഞാൻ അടുത്ത് ബാംഗ്ലൂരാണെന്നാണ് ഓർമ്മ. അവിടെ ഒരു പുസ്തകശാലയിൽ വെച്ച് ഒരു തിരക്കഥ കണ്ടത് ഷോഷാങ്ക് റിഡംപ്ഷൻ എന്ന വളരെ പ്രശസ്തമായ സിനിമയുടെ തിരക്കഥ. അത് ഞാനീ പറഞ്ഞ പോലെ ദാറ്റ്സ് എ ബുക്ക് ഇൻ ഇറ്റ്സെൽഫ്. അത് നമ്മൾ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വിഷ്വലുകൾ കൊണ്ട് മാത്രമല്ല, അതിൻ്റെ വാക്കുകൾ കൊണ്ട്, അർത്ഥം കൊണ്ട്, അതിലെ പേജുകളുടെ ഒരു സാഹിത്യമായ ആവർത്തനം കൊണ്ട് ഒക്കെ നമ്മൾ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു തിരക്കഥ. അത് ഏകദേശം ഒരു തിരക്കഥയേക്കാൾ കൂടുതലേറെ അത് ഒരു വിഷ്വൽ നോവൽ എന്ന രീതിയിലാണ് അത് വന്നിരിക്കുന്നത്. അടയാളങ്ങൾ, ഏകാന്തം. ശശിയേട്ടന് എനിക്കുള്ള ഓർമ്മ, ശശിയേട്ടൻ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, ഞാൻ ആദ്യമായി അഭിനയിക്കാൻ തുടങ്ങുന്ന കാലഘട്ടം ശ്യാം പ്രസാദാണ് എനിക്ക് ആദ്യത്തെ ഒരു ചാൻസ് എന്ന് പറയുന്നത്. അവിടെ 17 ടേക്കുകൾ കഴിഞ്ഞിട്ടും ഡയലോഗ് ശരിയാവാതെ മിഴിച്ചു നിന്ന് എന്റെ മുന്നിലേക്ക് വന്ന അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു ശശിയേട്ടൻ. അതെ അല്ലെ, അസോസിയേറ്റ് ആണ്. ഞാൻ ശശിയെ വിളിച്ചു, ചേട്ടാ എനിക്കിത് പരിപാടി നടക്കുന്നൊന്നുമില്ല,
ടേക്ക് ശ്യാമപ്രസാദ് പിന്നെ ഒരു ഗുണമുള്ളത് അദ്ദേഹം ഭയങ്കര കാമാണ്. 18 ടേക്കുകൾ പോയിട്ട് രണ്ടാമത്തെ മൂന്നാമത്തെ ടേക്കിൽ നരസിംഹങ്ങളാവുന്ന സംവിധായകരെയാണ് നമ്മൾ സാധാരണ കാണാറുള്ളത്. 20 ടേക്ക് കഴിഞ്ഞിട്ട് ഇറ്റ്സൊക്കെയാണ് ലെറ്റ്സ് ട്രൈ എന്നൊക്കെയുള്ള ശ്യാമിനെ അറിയാവുന്നവർക്കറിയാം എന്നുള്ള ഇതില് ശശിയേട്ടൻ ആദ്യമായിട്ടൊരു ഒരു മാലാഖയെ പോലെ വന്നിട്ട് കുഴപ്പമില്ല അടുത്തൊരു ശരിയാവും എന്ന് പറയുന്ന ആ ശശിയേട്ടനിൽ നിന്ന് വളരെ ഒരു മേബി ഒരു 5 വർഷം ആയിട്ടുണ്ടാവും, 5 കൂടുതലായി 7 വർഷങ്ങൾക്ക് ശേഷം കേരളത്തിലെ നല്ല സംവിധായകരുടെ കൂട്ടത്തിലേക്ക്, നല്ല സിനിമയെ സ്നേഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലേക്ക് ശശിയേട്ടൻ വരികയാണ്. അതുപോലെ ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ, അദ്ദേഹത്തെ വായിക്കുന്നത് മാതൃഭൂമി ആശുപത്രിയിലാണെന്ന് തോന്നുന്നു, നിളയെക്കുറിച്ച് എഴുതിയ കലാഭൂമി. അത്തരം ചില എനിക്ക് 10th ഞാൻ 10th ആ സമയത്താണ് അത്. ഇപ്പൊ നിള എന്ന് പറയുന്നത് ഇപ്പോ മണ്ണിന്റെ ഗന്ധം അല്ലെങ്കിൽ നിലയുടെ ഗന്ധം, നിലയുടെ തീരങ്ങളുടെ ഗന്ധം ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞ് ജ്യോതിർമയിയും എന്നെയും ജെയിൻ സാറിനെയും മാറ്റി നിർത്തിയത് വളരെ അപലപനീയമായി പോയി. അത് ജ്യോതിയുടെ അവിടെ ഒരുപാട് ശ്വസിച്ച് നടന്നിട്ടുള്ളതാണ് അടയാളങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനാണെങ്കിലും. ഞാൻ കാലിക്കറ്റാണ് എന്ത് സ്ഥലം. അപ്പോ ഭാരതപ്പുഴ എന്ന് പറയുന്ന എപ്പോഴും ആ ബസ്സിൽ കാലിക്കറ്റേക്ക് പോകുന്ന വഴിക്ക് ഓരത്ത് ഒരു നീർച്ചാലായി മാറുന്ന ഭാരതപ്പുഴ എന്നും അത് ഇപ്പോൾ പറയേണ്ട കാര്യം, ലീലാകൃഷ്ണൻ വരച്ചു തന്ന വഴികളിലൂടെയാണ് ഞാൻ അന്ന് ഭാരതപ്പുഴയെ കണ്ടിരുന്നത്. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹവും ശശിയേട്ടനും ശ്രീരാമേട്ടനും ലിൻസാറും ഒക്കെ ഇരിക്കുന്ന ഒരു സദസ്സിൽ ഇങ്ങനെ ഒരു പ്രകാശന ചടങ്ങിൽ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ ഒരിടം തന്ന സിനിമ എന്ന മാധ്യമത്തോടും തിരക്കഥ അല്ലെങ്കിൽ സാഹിത്യം എന്ന മാധ്യമത്തോടും നിങ്ങളോടുമെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നല്ല ഒരുപാട് സിനിമകൾ ഇതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഞാനും ഏകാന്തവും അടയാളങ്ങളും കാണുന്ന പ്രേക്ഷകൻ തന്നെയാണ്. ചില സിനിമകൾ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്ന വാക്കുകൾ. നന്ദി അനുജ്ഞാനം. ആ ചുവന്ന കാലത്തിന്റെ ഓർമ്മകളിലേക്ക് പോവുകയാണ്. നക്സലിസവും അടിയന്തരാവസ്ഥയും ചുവപ്പിച്ച് നേറുന്ന, കൊള്ളുന്ന, പ്രതികരിക്കാതെ വയ്യ എന്ന് തീരുമാനമെടുക്കേണ്ടി വന്ന ഒരു തലമുറയുടെ വക്താവിന്റെ ഓർമ്മക്കുറിപ്പുകളായിരിക്കണം ഈ പുസ്തകം. അതിനെക്കുറിച്ച് തീർച്ചയായും കൂടുതൽ സംസാരിക്കാൻ കഴിയുക ഈ പുസ്തകം തയ്യാറാക്കിയ യുവ പത്രപ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ KP ജയകുമാരൻ തന്നെയായിരിക്കും. അദ്ദേഹം ഇപ്പോൾ സംസാരിക്കാൻ നമ്മുടെ അടുത്ത് എത്തുകയാണ്. അദ്ദേഹത്തെ എത്രയും സ്നേഹപൂർവ്വം ക്ഷണിക്കും. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ബഹുമാനികൾ, ഏതാണ്ട് 1 വർഷം മുമ്പാണ് സാറിനോട് സംസാരിക്കുകയും മാധ്യമ ആഴ്ചക്കുറിപ്പിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തെ ഒന്നൊരു സെൻസേഷനിലാണ്. സിനിമയുടെ കഥ പറയുമ്പോൾ സിനിമയ്ക്ക് ചുറ്റുമുള്ള ഒരുപാട് പേരുടെ കഥ ഇതിനുള്ളിൽ വരുമെന്നുള്ളതുകൊണ്ട് സിനിമ പലപ്പോഴും ഒരു സെൻസേഷനായിട്ടുള്ള വാർത്തയുണ്ടാക്കുന്ന സ്ഥലമായതുകൊണ്ട് അതൊരു ഒരേ സമയം സെൻസേഷനാവുകയും പിന്നെ ലിൻസാറിനെ പോലുള്ള ആളുകൾ ഇടപെട്ട സിനിമാ മേഖല ഒരു മധ്യവർത്തി, കേരളത്തിൻ്റെ മലയാളത്തിലെ ഒരു മധ്യവർത്തി സിനിമയുടെ കഥയായി ചരിത്രമായി മാറുകയും ചെയ്യാനിടയുണ്ട് എന്ന ഒരു കണ്ടെത്തൽ നിന്നാണ്, ഒരു നിശ്ചയത്തിൽ നിന്നാണ് ലിൻസാറുമായി സംസാരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എഴുതുവാൻ, മാധ്യമ ആഴ്ചക്കുറിപ്പിന് വേണ്ടി എഴുതുവാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ആദ്യ ദിവസം തന്നെ അദ്ദേഹവുമായി ഞാൻ ഫോണിൽ സംസാരിക്കുന്നു. അതിനുശേഷം തിരുവനന്തപുരത്തെത്തി അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ ഉണ്ടായ രസകരമായൊരു അനുഭവം. അത് ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത്, എനിക്ക് ഒരു ഓർമ്മക്കുറിപ്പ് എഴുതാൻ താല്പര്യമില്ല. അതിൻ്റെ കാരണം, ഒരു ഓർമ്മക്കുറിപ്പ് എഴുതുമ്പോൾ അല്ലെങ്കിൽ ആത്മകഥ എഴുതുമ്പോൾ അതിൽ ഞാൻ എപ്പോഴും ഉയർന്ന ഒരു സ്ഥാനത്ത് നിർത്തുകയും ഞാൻ എന്ന അവസ്ഥയെ അല്ലെങ്കിൽ ഞാൻ ആത്മകഥ എഴുതുമ്പോൾ എന്നെ പുകഴ്ത്തുന്നതിനോ മറ്റവസ്ഥയിൽ ഉദാത്തമായി ചിത്രീകരിക്കുന്നതിനോ വേണ്ടി പലപ്പോഴും അത് മാറിപ്പോവാനിടയുള്ളതുകൊണ്ട് ഞാൻ ആത്മകഥ എഴുതാതിരിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഓർമ്മക്കുറിപ്പുകൾ വരാതിരിക്കുന്നതായിരിക്കും ഒന്നാവുക എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അതിനുശേഷം സംസാരിച്ചു തുടങ്ങി അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെക്കുറിച്ചും പിന്നീടുണ്ടായിരുന്ന യൗവന കാലത്തെക്കുറിച്ചും കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ കാലത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു തുടങ്ങുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ടതും പിന്നീട് അത് പകർത്തി പുസ്തക രൂപത്തിൽ അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോൾ ആളുകൾക്ക് അനുഭവപ്പെട്ടതും വളരെ വ്യത്യസ്തമായ ഒന്നാണ്. ഒന്ന്,
ഇപ്പൊ നിളയുടെ തീരവും അതിന് ചുറ്റുപാടുമുള്ള ഒരു കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന്റെ ഒരു ഉപദേശീയതയുടെ അനുഭവത്തെക്കുറിച്ചും അതിന്റെ ചരിത്രത്തെക്കുറിച്ചും അതിന്റെ സാഹചര്യത്തെക്കുറിച്ചും സാംസ്കാരിക അനുഭവത്തെക്കുറിച്ചുമൊക്കെ ഇവിടെ സംസാരിച്ചു. ഇതൊന്ന് വളരെ വ്യത്യസ്തമായി തിരുവിതാംകൂറിന്റെ, പ്രത്യേകിച്ചും തെക്കൻ തിരുവിതാംകൂറിന്റെ ചരിത്രം എങ്ങനെയാണ് കേരളത്തിന്റെ ദേശീയതയിൽ, കേരളത്തിന്റെ ചരിത്രത്തിൽ, കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ, കേരളത്തിന്റെ ഓർമ്മകളിൽ, കേരളത്തിന്റെ മാധ്യമ പ്രവർത്തനങ്ങളിൽ, സാംസ്കാരിക വിചാരങ്ങളിൽ ആഴത്തിൽ പതിയുന്ന ഒന്നായി മാറുന്നതെന്ന ഒരനുഭവമായിരുന്നു ഇത് എഴുതി തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്നത്. ഈ പുസ്തകം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. നമസ്കാരം. നന്ദി ശ്രീ ജയകുമാർ. ആ ചുവന്ന കാലത്തിന്റെ ഓർമ്മയ്ക്ക് ഇവിടെ പ്രകാശിതമാവുകയാണ്. പ്രകാശനം ചെയ്യുന്നത് പ്രശസ്ത സിനിമാ നടനും സാഹിത്യകാരനുമായ വേറിട്ട കാഴ്ചകൾ നമുക്ക് കാട്ടുന്നു ശ്രീ VK ശ്രീരാമനാണ്. പുസ്തകം സ്വീകരിക്കുന്നത് ശ്രീ MG ശശി. ഇരുവരെയും സദസ്സിലെ എല്ലാവരെയും ഈ പുസ്തക പ്രകാശനത്തിലേക്ക് ക്ഷണിക്കുന്നു. ആ ചുവന്ന കാലത്തിന്റെ ഓർമ്മയ്ക്ക് തീർച്ചയായും 70കളിലെ കേരളത്തിന്റെ ചരിത്രമായി തന്നെ മാറാവുന്ന പുസ്തകം ശ്രീ VK ശ്രീരാമൻ. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ശ്രീ VK ശ്രീ. പ്രിയപ്പെട്ടവരെ, മാധ്യമം ആഴ്ചപ്പതിപ്പിന് ഖണ്ഡശ അച്ചടിച്ചു വന്നിരുന്ന സമയത്ത് ചില അധ്യായങ്ങൾ വായിച്ചിട്ടുണ്ട്. പൂർണ്ണ രൂപം വായിച്ചിട്ടില്ല. എങ്കിൽ പോലും ഇതിൽ ഓർമ്മിക്കുന്ന ഒരു കാലം, ഈ ഒരു ഏജ് ഗ്രൂപ്പിൽപ്പെട്ട 50, ആ ഒരു ഏജ് ഗ്രൂപ്പിൽപ്പെട്ട എല്ലാ മലയാളികളുടെയും പ്രത്യേകിച്ച് സാഹിത്യം, സിനിമ, അങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും ഒരു പുഷ്കല കാലമായ 70കൾ തന്നെയാണ് പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ നിർമ്മൽ കുമാർ ഈ ഖസാക്കിന്റെ ഇതിഹാസം വായിക്കേണ്ടത് ഇതിനെപ്പറ്റി ഒരു താക്കോൽ പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പരാമർശിക്കുന്ന ചില കാലത്തിൽ മിക്കവാറും ആ ഒരു കാലം ഈ നമ്മുടെ മോഡേൺ ലിറ്ററേച്ചറിൻ്റെ ഒരു കാലം, ആധുനികത നമ്മുടെ മലയാള സാഹിത്യത്തിൽ വന്നിട്ടുള്ള ആ ഒരു കാലം, അത് പ്രധാനപ്പെട്ട പല സാഹിത്യ സൃഷ്ടികളെയും ആധാരമാക്കിക്കൊണ്ടുള്ള സിനിമകളുണ്ടായ കാലം. സ്വയംവരം, അങ്ങനത്തെ സിനിമകൾ മാറ്റി നിർത്താം. സ്വയംവരം, ഉത്തരായണം മുതലായിട്ടുള്ള നിരവധി സിനിമകൾ. പിന്നെ അതുപോലുള്ള പുതിയ ജോൺ അബ്രഹാമിനെ പോലെ, പവിത്രനെ പോലെ, അക്കറിനെ പോലെയുള്ള സംവിധായകർ വന്ന ഒരു കാലം. ക്യാമ്പസുകളിലൊക്കെ കവിതയും കഥയും രാഷ്ട്രീയവും അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു തീവ്രതയിൽ നിലനിന്ന ഒരു കാലം. അതാണ് ലെനിൻ സ്മരിക്കുന്ന ഒരു കാലം. പ്രധാനമായിട്ടും അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഡൈമെൻഷൻ അതാണ്. അതിനപ്പുറം എനിക്ക് അതിൻ്റെ പുസ്തകം ഒരുപക്ഷെ വായിച്ചാൽ എന്താണ് എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും. അതിനപ്പുറം ഇതൊരു സാഹിത്യ ശാഖയായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഈ ഓർമ്മകൾ എഴുതുക, ഒരാൾക്ക് വേണ്ടി വേറൊരാൾ എഴുതുക, ഈ ആത്മകഥയുടെ തന്നെ പല രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുക, അങ്ങനെയുള്ള ഇത് വളരെ പ്രസാധകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള നോൺ ഫിക്ഷൻ, ഫിക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രിയേറ്റീവ് ജേർണലിസം എന്ന് പറയുന്ന തരത്തിലുള്ള ഈ പുസ്തകങ്ങളാണ്. അപ്പൊ ഇത് ഇപ്പോ ചില നിരൂപകരെങ്കിലും ഇത്തരം ഒരു സാഹിത്യ ശാഖ ഇതൊരു ശരിയല്ല എന്നുള്ള അഭിപ്രായം മുന്നോട്ട് വച്ചിട്ടുണ്ട്. കാരണം ഇത് കഥകൾക്ക് പകരം വെക്കുന്നു. ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ, ഇത്തരത്തിലുള്ള ആത്മകഥകൾ ഒക്കെ ഇത്
സർഗാത്മക സാഹിത്യത്തിന് പകരമായി ഉപയോഗിക്കപ്പെടുകയും അല്ലെങ്കിൽ വിറ്റഴിക്കപ്പെടുകയും പ്രചരിക്കപ്പെടുകയും ചെയ്യുന്നത് സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം ആപൽക്കരമായിട്ടുള്ള ഒരു സൂചനയാണ് എന്ന് ചില നിരൂപകരെങ്കിലും ഇപ്പോൾ പറയുന്നുണ്ട്. DC Books editor ശ്രീ ജോർജ് തോമസ് ക്ഷേത്രത്തിൽ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, DC ബുക്സ് സംഘടിപ്പിക്കുന്ന 8ാമത് അന്താരാഷ്ട്ര പുസ്തകമേളയുടെ 5ാം ദിവസം പിന്നിടുമ്പോൾ ഏറെ സന്തോഷത്തോടും അഭിമാനത്തോടെയുമാണ് DC ബുക്സിലെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ഞാനിവിടെ നിൽക്കുന്നത്. വായനയുടെ വേറിട്ട വഴികളെ പരിചയപ്പെടുത്തുന്ന 3 പുസ്തകങ്ങളാണ് ഇന്നിവിടെ പ്രകാശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. തിരക്കഥകളെപ്പറ്റി സ്വാഗത പ്രസംഗത്തിൽ തന്നെ അമൃതരാജ് ഏറെ സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇന്ന് കഥയെക്കാളും നോവലിനേക്കാളും കവിതകളെക്കാളും കൂടുതൽ വായിക്കുന്നത് മറ്റ് ഇതുവരെ പേരിടാൻ കഴിയാത്ത മറ്റേതെങ്കിലും ഒരു വിഭാഗമാണ് എന്നുള്ളത് നാം തിരിച്ചറിഞ്ഞു വെക്കുള്ളൂ. അത് സ്മരണകളാണ് ആണെങ്കിലും ഒരാളെ പറ്റി മറ്റൊരാൾ എഴുതുന്നതാണെങ്കിലും ശ്രീരാമേട്ടൻ അതിൻ്റെ തലത്തടപ്പിലാണ്. അപ്പൊ അത്തരം ഒരു ഷാമറിനെ കൃത്യമായിട്ട് ഇതുവരെ പേര് വിളിച്ചിട്ടില്ല അല്ലെങ്കിൽ നിർവചിക്കപ്പെട്ടിട്ടില്ല എങ്കിലും ഇതൊരു പൊതു യാഥാർത്ഥ്യമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. എന്താണെങ്കിലും മലയാളം സിനിമയിലെ ഈ വർഷത്തെ ശ്രദ്ധേയമായ തിരക്കഥകളെ പരിചയപ്പെടുത്തുവാൻ കഴിഞ്ഞു എന്നതിൽ DC ബുക്സിന് വളരെയധികം സന്തോഷമുണ്ട്, ഒപ്പം അഭിമാനവും. ഇനിയും പുലിജന്മം എന്ന തിരക്കഥയും അതുപോലെ തന്നെ ഗുൽമോഹറിന്റെ തിരക്കഥയും ഒക്കെ വരുവാൻ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടന്നു വരികയാണ്. ഒറ്റ വാക്കിൽ നന്ദി പറയേണ്ടതുണ്ട് എന്നെനിക്കറിയാം. സമയം വൈകി. പ്രഗത്ഭരായ ആൾക്കാരെല്ലാം ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. ചടങ്ങുകളും പൂർത്തിയായി കഴിഞ്ഞു. 3 പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങുകൾ പൂർത്തിയായി കഴിഞ്ഞു. എങ്കിലും ഔപചാരികതയുടെ പേരിൽ ഞാൻ ഇവിടെ നന്ദി പറയുന്നു. ആദ്യമേ തന്നെ മലയാള സിനിമയിലെ തലമുതിർന്ന സംവിധായകരിൽ ശ്രദ്ധേയനായ ലെനിൻ രാജേന്ദ്രൻ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തുകയും ഇവിടെ നിന്ന് പ്രകാശിപ്പിക്കപ്പെട്ട ഒരു പുസ്തകത്തിന്റെ ഓതർ എന്ന നിലയിൽ ആണെങ്കിലും ഇവിടെ എത്തി മറ്റു പുസ്തകങ്ങളുടെ പ്രകാശനം നിർവഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്ത ലെനിൻ രാജേന്ദ്രന് DC ബുക്സിന്റെ പേരിലുള്ള എല്ലാ കൃതജ്ഞതയും അറിയിച്ചുകൊള്ളുന്നു. രണ്ടാമത് നന്ദി പറയുവാനുള്ളത് മലയാള സിനിമ സംവിധാന രംഗത്തെ ഒരു പുതിയ വാഗ്ദാനമായ ഇതിനോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം അന്താരാഷ്ട്ര പുസ്തകോത്സവത്തില് നാറ്റ്പാക്കിന്റെ ഏറ്റവും മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള അവാർഡ് ലഭിക്കുകയും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഇന്ത്യ ടുഡേ തിരഞ്ഞെടുത്ത ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച 5 ചിത്രങ്ങളിൽ അടയാളങ്ങൾ ഉണ്ട് എന്ന് ഞാൻ ഇംഗ്ലീഷ് ഇന്ത്യ ടുഡേ വായിച്ചപ്പോൾ കണ്ടപ്പോൾ ഞാൻ ഒന്നോടൊന്ന് കണ്ടു തുറന്ന് നോക്കി. മലയാള സിനിമയിലെ ഒരു ചിത്രം ആ 5 ചിത്രത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കുകയുണ്ടായി. അതിനുശേഷം ഞാൻ ശശിധരനെ അന്നേരം വിളിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു. വളരെ സന്തോഷമുണ്ട് അത്തരം ചലച്ചിത്രങ്ങളെ തിരക്കഥാരൂപത്തിൽ DC ബുക്സ് പരിചയപ്പെടുത്തി എന്നതിൽ. എന്തായിരുന്നാലും ആദ്യ ചിത്രം കൊണ്ട് തന്നെ ഇനിയും ഒട്ടേറെ നല്ല സിനിമകൾ മലയാള സിനിമയ്ക്ക് വാഗ്ദാനം ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ച MG ശശിക്ക്, ഇപ്പോൾ അദ്ദേഹം DC കുടുംബത്തിന്റെ ഒരു ഭാഗമാണ്, ഞങ്ങളുടെ ഒരു എഴുത്തുകാരനാണ്. MG ശശിക്കും കുടുംബത്തിനും DC ബുക്സിന്റെ എല്ലാ കൃതജ്ഞതയും അറിയിച്ചുകൊള്ളുന്നു. പിന്നീട് വേറിട്ട കാഴ്ചകളിലൂടെയും വേറിട്ട വഴികളിലൂടെയും മലയാളികൾക്ക് സുപരിചിതനായ ശ്രീരാമൻ PK ശ്രീരാമേട്ടനെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ടതോ കൂടുതലായി ശ്രീരാമേട്ടനെ പറ്റി ഒരു വാചകവും ഇവിടെ പറയേണ്ടതോ ഇല്ല. എങ്കിലും ആദ്യമേ തന്നെ ഞങ്ങൾ വിളിച്ചപ്പോൾ ആദ്യം ഒരു ഷൂട്ടിനോ മറ്റോ തിരക്ക് പറയുകയും പിന്നീട്
ഞങ്ങളുടെ പബ്ലിക്കേഷൻ മാനേജർ ശ്രീകുമാർ സാറിനോട് തീർച്ചയായിട്ടും ഇവിടെ എത്തിക്കൊള്ളാമെന്ന് സമ്മതിക്കുകയും ചെയ്ത, ഇവിടെ എത്തി ഈ ചടങ്ങിനെ ധന്യമാക്കുകയും ചെയ്ത VK ശ്രീരാമേട്ടൻ്റെ സാന്നിധ്യത്തിന് DC ബുക്സിന്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. പിന്നീട് നന്ദി പറയുവാനുള്ളത് ആലങ്കോട് ലീലാകൃഷ്ണൻ സാറാണ്. സാർ DC കുടുംബത്തിന്റെ, ഞാനൊക്കെ പുസ്തക വായന ഗൗരവമായി കാണുന്നതിന് മുമ്പ് തന്നെ DC കുടുംബത്തിന്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ തിരക്കഥാകൃത്ത് എന്ന നിലയിൽ DC ബുക്സിന് ആലക്കോട് ലീലാകൃഷ്ണൻ സാറിനെ പരിചയപ്പെടുത്തുവാനായിട്ട് കഴിഞ്ഞു. വളരെയധികം സന്തോഷത്തോടെ ഈ സമയത്ത് ആലക്കോട് ലീലാകൃഷ്ണൻ സാറിന് നന്ദി പറഞ്ഞുള്ളൂ. ഇനിയും നന്ദി പറയുവാനുള്ളത് മലയാള സിനിമയിലെ പുതുവാഗ്ദാനങ്ങളായ 2 വ്യക്തികൾക്കാണ്. നടൻ എന്ന നിലയിലും തിരക്കഥാകൃത്ത് എന്ന നിലയിലും കഴിഞ്ഞ വർഷം തൻ്റെ പ്രതിഭ തെളിയിച്ച അനൂപ് മേനോൻ തിരക്കിനിടയിലും ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തുകയും ഈ സദസ്സിനെ ശ്രേഷ്ഠമാക്കുകയും ചെയ്തു. DC ബുക്സിന്റെ എല്ലാവിധ നന്ദിയും പറഞ്ഞുകൊണ്ടു. പിന്നീട് നന്ദി പറയുവാനുള്ളത് നടി ജ്യോതിർമയാണ്. ഇന്നത്തെ ഈ ചടങ്ങിന്റെ സെലിബ്രിറ്റി ഗസ്റ്റ് എന്ന് തന്നെ, സെലിബ്രിറ്റി ഗസ്റ്റ് ആയിരിക്കണം എന്ന് തന്നെ ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ ജ്യോതിർമയെ ക്ഷണിക്കുകയും അപ്പോൾ തന്നെ വരാം എന്ന് പറയുകയും ഡേറ്റ് ഇടയ്ക്കൊന്ന് ഓർപ്പിച്ചാൽ മതി, മറ്റെന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ ഞാൻ മുൻപേ അറിയിക്കാം എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ഈ ചടങ്ങിൽ പ്രകാശിപ്പിക്കപ്പെട്ട ഒരു പുസ്തകത്തിന്റെ ഒരു സിനിമയിലെ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നതിലൂടെ ഈ ചടങ്ങിലെ സാന്നിധ്യം വെറും ഒരു താര സാന്നിധ്യത്തിന്റെ ബഹളം കാണിക്കാനല്ല, മറിച്ച് തൻ്റെതായ ഒരു ശക്തമായ ഒരു സാന്നിധ്യം ഉണ്ട് എന്ന് അറിയിക്കുവാനായിട്ട് ജ്യോതിർമയിലൂടെ DC ബുക്സിന് കഴിഞ്ഞു. ഏതായാലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ജ്യോതിർമയ്ക്ക് എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. ഇനി നന്ദി പറയാനുള്ളത് സ്വാഗത പ്രസംഗത്തിൽ അമൃതരാജ സൂചിപ്പിച്ച പോലെ പിന്നീട് പരിചയപ്പെടുത്തിയപ്പോൾ ഇവിടെ പരിപാടി കോമ്പയർ ചെയ്യുന്ന ശ്രീ രവിചേച്ചി സംസാരിച്ച പോലെ P. സുധാകരൻ എന്ന വ്യക്തിയോടാണ്. ഒരുപക്ഷെ ഈ നിലയിൽ അങ്ങേയറ്റത്തിരിക്കുന്ന ആളാണെങ്കിലും DC ബുക്സ് വളരെ അഭിമാനത്തോടുകൂടിയാണ് ഈ നിമിഷം ഇവിടെ നിൽക്കുന്നത്. DC ബുക്സിലെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് വളരെയധികം അഭിമാനവും സന്തോഷവുമുണ്ട്. P. സുധാകരൻ എന്ന വ്യക്തിയെ ഒരുപക്ഷെ അവിടെ ഈ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരുപക്ഷെ ആർക്കും തന്നെ എത്ര പേർക്ക് അറിയാം എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. എന്തായിരുന്നാലും ഒരു നിമിത്തം പോലെ തന്നെ ഈ സിനിമയിലെ നന്ദനാരുടെ രചനകളെയും ജീവിതാനുഭവത്തെയും അടിസ്ഥാനമാക്കി എടുത്ത ഒരു ചിത്രമാണ് ഇത് എന്നറിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരു വ്യക്തിയുടെ പേര് മനസ്സിലേക്ക് വരികയും ഒരു നിമിത്തം പോലെ ഞാനത് ശശിയേട്ടനോട് സംസാരിച്ചപ്പോൾ തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യമാണ്, അത് ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞ് എനിക്ക് ഫോൺ നമ്പർ തരികയും ഞാൻ വിളിച്ച് അത് വളരെ സന്തോഷത്തോടെ ആ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി ഈ ചടങ്ങിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ധന്യമാക്കുകയും ചെയ്ത P. സുധാകരനോട് DC ബുക്സിനുള്ള എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. ഈ 2 തിരക്കഥകളുടെ പിന്നിൽ പ്രവർത്തിച്ച എന്റെ സഹപ്രവർത്തകനായ ഈശ്വരൻ നമ്പൂതിരി, അതുപോലെ തന്നെ അമൃതരാജ്, ഈ 2 തിരക്കഥകളുടെ കവർ ഡിസൈൻ വളരെ മനോഹരമായിട്ട് ചെയ്ത എന്റെ സഹപ്രവർത്തകനായ ശ്രീലാൽ, എന്നിവരോട് ഔപചാരികതയുടെ പേരിലെങ്കിലും DC ബുക്സിലെ ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളു. ഇനിയും മറ്റൊരു വ്യക്തിയെ ഞാൻ വിട്ടുപോയി, ക്ഷമിക്കുക. ഇവിടെ പ്രകാശിപ്പിച്ച 3ാമത്തെ പുസ്തകത്തിൻ്റെ സഹരചയിതാവ് കൂടിയായ
KP ജയകുമാറിനും DC ബുക്സിൻ്റെ നന്ദി. ഒപ്പം ഈ ചടങ്ങിൽ നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഈ ചടങ്ങിനെ ധന്യമാക്കിയ നിങ്ങൾ ഓരോരുത്തരോടും DC ബുക്സിനുള്ള പറഞ്ഞാൽ ഒതുങ്ങാത്ത നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ഈ സാംസ്കാരിക സമ്മേളനം ഇവിടെ സമാപിക്കുകയാണ്. ഇപ്പോൾ ഈ വേദിയിൽ കലാസംഖ്യ ഗസൽ അവതരിപ്പിക്കുന്നത് അരുൺ പ്രഭാകർ. കമ്പലുണ്ടോ? അതെടുക്കും, ഞാൻ പറഞ്ഞില്ലേ. DC ബുക്സിൻ്റെ 8ാമത് അന്തർദേശീയ പുസ്തകമേളയോടാണ് മത്സരം. ഇത്തരമൊരു അവസരം ഒരുക്കിയ ഇതിൻ്റെ സംഘാടകർക്ക് അതിനെ നന്ദി പറയുകയാണ്. ഞങ്ങൾ ഈ വലിയ സന്ധിയിലേക്ക് നിങ്ങളെ ഒരു അനുഭവത്തോടുകൂടി കടക്കാം. എല്ലാവർക്കും പ്രോത്സാഹനവും സ്നേഹവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടാവണം. ആ പ്രദേശവും ഹിന്ദി ഗാനത്തോട് ആരംഭിക്കാം. साथ हुआ था पल दो पल, आज वही गीतों की राह, आज वही जाने गज़ल।
बढ़ती जाए दिल भी दिल बेचैन नहीं एक लम्हा बढ़ती जाए दिल भी दिल बेचैन नहीं दिल भी दिल रात है या फैला है तेरी आँखों का काजल चलते चलते राहों में जिसका साथ हुआ था पल दो पल आज वही गीतों की बात आज वही राशिद सब लोगों ने उनको गज़ले नग़्मे गीत कहा राशिद सब लोगों ने उनको गज़ले नग़्मे गीत कहा गज़ले नग़्मे गीत कहा दिल के कागज़ पर जो बरसा उसकी यादों का बादल चलते चलते राहों में जिसका साथ हुआ था पल दो पल आज वही गीतों की रात आज वही TN പ്രതാപൻ
8ാമത് EC അംഗനവാടി പ്രകാശിപ്പിച്ചത് ഇങ്ങനെയാണ്. ഏതൻ പിള്ളയുടെ സാമൂഹിക നാടകം എന്ന പ്രകാശം ശ്രീനിവാസൻ ഈ ബാലചന്ദ്രൻ വിജയരാഘവൻ ബാലചന്ദ്രൻ പോലീസാണ് ഏതൻ പിള്ളയുടെ വെബ്സൈറ്റ് വൈകിട്ട് 7 മണിക്ക് കലാസാരം സംയുക്ത ഇന്ധനങ്ങൾ എന്ന വിഷയത്തിൽ സ്കൂൾ കുട്ടികൾക്ക് വിശദാംശങ്ങൾ 1 മുതൽ 4 വരെ ക്ലാസ്സുകളുണ്ടാവും. രാജാവിനെ കാണാൻ യാത്ര വല്ലാതെ വിശക്കുന്നു. എവിടെയെങ്കിലും മകളുണ്ടാക്കുന്ന പലഹാരങ്ങൾ ശ്രീനിവാസൻ ഹലോ ക്യാമറ അങ്ങനെയാണല്ലോ പെട്ടെന്ന്
DC ബുക്സിൻ്റെ 8ാമത് അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ 6ാം ദിവസമായ ഇന്ന് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അതിഥിയാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്, ശ്രീ ഭരത് മമ്മൂട്ടി. DC ബുക്സിൻ്റെ എല്ലാ പരിപാടികളോടും വളരെ ഹൃദയപൂർവ്വം നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് മമ്മൂട്ടി. നമ്മളുടെ 2 ഇന്റർനാഷണൽ ബുക്ക് ഫെയറുകളിൽ അദ്ദേഹം മുമ്പേ പങ്കെടുത്തിട്ടുണ്ട്. കൂടാതെ DC ബുക്സിൻ്റെ ഒരു എഴുത്തുകാരൻ കൂടിയാണ് മമ്മൂട്ടി എന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണല്ലോ. അദ്ദേഹത്തിൻ്റെ മഞ്ഞ കണ്ണട എന്ന പ്രശസ്തമായ ഗ്രന്ഥം സ്വന്തം അനുഭവങ്ങളും വീക്ഷണങ്ങളും വളരെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു കൃതിയായിരുന്നു മഞ്ഞ കണ്ണട. വളരെ വ്യത്യസ്തമായൊരു പേര്, വളരെ വ്യത്യസ്തമായ വ്യാഖ്യാനം, അപൂർവങ്ങളായ നിരീക്ഷണങ്ങൾ. സാധാരണ ഒരു താരത്തിൽ നിന്ന് നാം കേൾക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന വാക്കുകളല്ല അതിലുള്ളത് എന്നുള്ളതാണ് ആ കൃതിയുടെ പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഇങ്ങനെയൊരു ചടങ്ങിൽ അദ്ദേഹത്തെ ലഭിച്ചത് നമ്മുടെ എല്ലാം ഭാഗ്യമായി കരുതുന്നു. DC ബുക്സിൻ്റെ ഈ 8ാമത് പുസ്തകമേളയിൽ എത്തി നിൽക്കുമ്പോൾ ഏറ്റവും പുതിയ പുസ്തകങ്ങളടക്കം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ പബ്ലിഷേഴ്സിൻ്റെയും പുസ്തകങ്ങൾ ഈ മേളയിൽ അണിനിരത്താനായി എന്നത് ഞങ്ങൾ അതിൽ അഭിമാനിക്കുന്നു. വായനക്കാർ വളരെ താല്പര്യത്തോടു കൂടിയാണ് ഈ മേളയിൽ പങ്കെടുക്കുന്നതും പുസ്തകങ്ങൾ കാണുന്നതും പുസ്തകങ്ങൾ വാങ്ങുന്നതും. ഏറ്റവും പുതിയ പുസ്തകങ്ങളും ക്ലാസിക്കുകളും പൾപ്പ് ഫിക്ഷനുകളും സെൽഫ് ഹെൽപ്പും എല്ലാ മേഖലയിലുള്ള മറ്റെല്ലാ മേഖല എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ബയോടെക്നോളജി തുടങ്ങിയ എല്ലാ മേഖലയിലുമുള്ള പുസ്തകങ്ങൾ ഈ മേളയിൽ അണിനിരത്തിയിട്ടുണ്ട്. അതിലേക്ക് എല്ലാ വിഭാഗം ആളുകളെയും അതിനാൽ തന്നെ ആകർഷിക്കാനും കഴിയുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വ്യക്തികൾ, മറ്റ് സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാം മേളയെ വളരെ താല്പര്യപൂർവ്വമാണ് എടുക്കുന്നത്. ഈ പുസ്തക മേള കാണാനായി തന്നെ നമ്മുടെ പ്രമുഖരായ മിക്കവാറും ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളത് തന്നെ മേളയുടെ പ്രാമുഖ്യത്തെ വ്യക്തമാക്കുന്നതാണ്. ഇന്നത്തെ ഈ ചടങ്ങ് പ്രത്യേകമായി ഉണ്ടാവാനുള്ള കാരണം ശ്രീ എബ്രഹാം മാത്യു ആണ്. എബ്രഹാം മാത്യുവിൻ്റെ രാത്രിയുടെ ഉടൽ എന്ന ചെറുകഥ സമാഹാരത്തിൻ്റെ പ്രകാശനകർമ്മമാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെടുന്നത്. എബ്രഹാം മാത്യുവിൻ്റെ മുൻപും കഥാസമാഹാരങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിന് തൊട്ടു മുൻപത്തെ സമാഹാരവും ശ്രീ മമ്മൂട്ടിയാണ് നിർവഹിച്ചത് എന്നുള്ളത് ഈ അവസരത്തിൽ പ്രത്യേകം എടുത്തു പറയേണ്ടതാണെന്ന് തോന്നുന്നു. എബ്രഹാം മാത്യുവിൻ്റെ കഥകൾക്കുള്ളിൽ തന്നെ ഈ രാത്രിയുടെ ഉടൽ എന്ന സമാഹാരം പ്രധാനമായും സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന നിരീക്ഷണങ്ങൾ അടങ്ങുന്ന കൃതിയാണ്. മലയാളത്തിൽ പൊതുവെ പരീക്ഷിക്കപ്പെടാത്ത ചില ആഖ്യാന സമ്പ്രദായങ്ങൾ ശ്രീ എബ്രഹാം മാത്യു ഈ കഥകളിലൂടെ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ബന്ധങ്ങളുടെ സൂക്ഷ്മ തലങ്ങളിലേക്ക്
ഇറങ്ങിച്ചെല്ലാനും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധവിച്ഛേദത്തിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആധുനിക കാലത്തെ സങ്കീർണതകളെ ആവിഷ്കരിക്കാനുമെല്ലാം ഈ കഥകളിലൂടെ എബ്രഹാം മാത്യു ശ്രമിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു സമാഹാരമാണ് രാത്രിയുടെ ഉടൻ എന്ന് തോന്നുന്നു.